ലാൻഡ് ലെവലിംഗ് മെഷീൻസിൻ്റെ പാർട്ട് 4 ആണ് നമ്മളിനി കാണുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ലെവലിംഗ് മെഷീൻസ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ സേഫ്റ്റി ഗൈഡ് ലൈൻസ്, ഓപ്പറേഷൻ, മെയിൻ്റനൻസ്, ഓഫ് സീസണൽ സ്റ്റോറേജ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ബുൾഡോസറിട്ട് കൺസ്ട്രക്ഷൻ സൈറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലേ, നേരത്തെ കണ്ടിരുന്നത് പോലെ ഒരു ട്രാക്ക് ടൈപ്പാണ്. ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ എഫിഷ്യൻസിയുടെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് അല്ലേ. അപ്പോൾ ആ സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. As an operator, it's important to think about every move you are going to make with your dozer before you actually make it. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോണേലും മുമ്പ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. റിഗാർഡ്ലെസ് ഓഫ് എക്സ്പീരിയൻസ്, ഇറ്റ് ഓൺലി ടേക്സ് വൺ മിസ്റ്റേക്ക് ടു കോസ് ആൻ ആക്സിഡൻറ്റ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വലിയൊരു ഏരിയ ക്ലിയർ ചെയ്തെടുക്കാൻ സഹായിക്കണം ഏറ്റവും നല്ലൊരു മെഷീനാണ്. എങ്കിൽ കൂടിയും അപകടത്തിനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മളൊരു ചെറിയൊരു തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു ആക്സിഡൻറ്റിന് വഴിയൊരുക്കും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഓരോ മൂവ് നടത്തുമ്പോഴും നമ്മൾ അത് ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഓരോ മൂവും ചെയ്യാനായിട്ട്. ഡെയിലി മെയിൻ്റനൻസ് ടാസ്ക്. ഇതിന് ഒരു മെഷീൻ നമുക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് ചെയ്യണം. ഇതൊക്കെ ഇത് റീഡ് ഓൺലി ആണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണെങ്കിൽ ഞാനൊന്ന് വേഗത്തിലൊന്ന് വായിച്ചു പോവാം. പ്രോപ്പർ ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് വിൽ പ്രൊലോങ് ദ ലൈഫ് ഓഫ് യുവർ എക്യുപ്മെൻറ്റ് ആൻഡ് മിനിമൈസ് ഡൗൺ ടൈം ഫോർ റിപ്പയേഴ്സ്. അപ്പോൾ ശരിയായ രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ എല്ലാം പരിശോധിച്ച് ഓയിൽ ലെവല്, അതുപോലെ ഗ്രീസ് ഉണ്ടോ, ഫ്യൂവൽ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് അന്നാന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെഷീൻ്റെ ആയുസ് കൂടും എന്ന് പറയാം. സം മെയിൻ്റനൻസ് പ്രൊസീജിയേഴ്സ് ആർ പെർഫോംഡ് ഡെയിലി വൈൽ അതേഴ്സ് ആർ ലെസ് ഫ്രീക്വൻറ്റ്. എന്നും നിത്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചിലത് ഇടയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണത്. ബിഫോർ പെർഫോമിംഗ് മെയിൻ്റനൻസ് പ്രൊസീജിയേഴ്സ് റിമെമ്പർ ടു പാർക്ക് ദ മെഷീൻ ഓൺ എ ലെവൽ സർഫസ്. അപ്പോൾ മെയിൻ്റനൻസ് ചെയ്യണേക്കാട്ടും മുന്നേ നമ്മളൊരു ലെവലായിട്ടുള്ള സർഫസിൽ അത് പാർക്ക് ചെയ്യണം. കാര്യം നമ്മൾ ഡിഫറെൻറ്റ് അൺഈവൻ ടെറൈൻസിൽ കൂടെയൊക്കെ ഇത് ഓടിച്ച് അതിനെക്കൊണ്ട് എന്താ പറയുക എല്ലാ വർക്കുകളും ചെയ്യിപ്പിക്കുന്നതാണ്. എങ്കിൽ കൂടിയും മെയിൻ്റനൻസ് വർക്ക് ചെയ്യണ സമയത്ത് ഒരു ലെവൽ സർഫസിൽ നമ്മുടെ മെഷീൻ ഇടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എൻഷുർ ദാറ്റ് ഫ്ലൂയിഡ് ലെവൽസ് ആർ ഇൻഡിക്കേറ്റഡ് കറക്റ്റ്ലി. Be sure to relieve hydraulic system pressure and lower all equipment to the ground. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യാൻ തുടങ്ങണേക്കാട്ട് മുമ്പ് ഹൈഡ്രോളിക് സിസ്റ്റത്തിലത്തെ പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ട് എല്ലാ എക്യുപ്മെൻറ്റ്സും താഴ്ത്തിയിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഫൈനലി എൻഗേജ് ദ പാർക്കിംഗ് ബ്രേക്ക് ആൻഡ് ലോക്ക് ദ ട്രാൻസ്മിഷൻ ഇൻ ന്യൂട്രൽ. മെയിൻ്റനൻസ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഓടിപ്പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പാർക്കിംഗ് ബ്രേക്ക് ഇടണം. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഗിയർ ന്യൂട്രലിലാക്കിയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അറ്റ് എ മിനിമം ഡെയിലി മെയിൻ്റനൻസ് ടാസ്ക് ഷുഡ് ഇൻക്ലൂഡ്. ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങളാണ് ഏതൊക്കെയാണ്? ഒന്ന്, ഗ്രീസ് ഡെയിലി ചെക്ക് ചെയ്യേണ്ടതാണ്. The dozer has a number of grease points, otherwise known as grease nipples. Exact locations vary by machine but generally include bearings, U-joints, linkages, hinges, പിൻസ് എക്സിട്ര. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? ഗ്രീസ് ഇട്ട് കൊടുക്കേണ്ടതാണ്. യൂസിങ് ഗ്രീസ് ട്രാക്ക് ടെൻഷൻ ഈസ് അഡ്ജസ്റ്റഡ് ബൈ സിലിണ്ടേഴ്സ് ഇൻ ദ ട്രാക്ക് അസംബ്ലി. അപ്പോൾ ട്രാക്കിലത്തെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും ഗ്രീസ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്ലൈ 2 to 3 shots for small areas like fan bearing, small U-joints, linkages, hinges, etc. ഗ്രീസ് ഗൺ ഉപയോഗിച്ചിട്ട് 2-3 ഷോട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ബെയറിങ്ങുകൾക്കും ജോയിൻസിലൊക്കെ അത് കിട്ടും. യൂസ് 8 to 10 shots for common pins and bushing. 20 shots are common in situations where one nipple feeds a large area. ഒരു പോയിന്റിൽ നിന്ന് കുറേ ഭാഗത്തേക്ക് നമ്മൾ ഗ്രീസ് ഇട്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനമാണെങ്കിൽ ആ പോയിന്റിൽ ഒരു 20 ഷോട്ടെങ്കിലും ഗ്രീസ് ഗൺ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. Remember to wipe off grease nipples before use to prevent abrasive particles from entering during application. അപ്പോൾ അത് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഈ ഗ്രീസ് ഇട്ട് കൊടുക്കുന്ന ആ പോയിൻറ്റ്സ്, അതാണ് ഗ്രീസ് നിപ്പിൾസ് എന്ന് പറയുന്നത്. അവിടേക്ക് അബ്രസീവ് പാർട്ടിക്കിൾസ് കയറാതിരിക്കാൻ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.
ഫ്യൂൽ സിസ്റ്റത്തിൽ ഡെയിലി മെയിൻ്റനൻസിൽ ഓപ്പറേറ്റേഴ്സ് ആർ ഓഫൺ എക്സ്പെക്റ്റഡ് ടു ചേഞ്ച് ഫ്യൂൽ ഫിൽറ്റേഴ്സ്. ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോസസ് വാരി ഡിപ്പെൻഡിങ് ഓൺ ദ മെഷീൻ ബട്ട് ഇൻക്ലൂഡ് ദ ഫോളോയിങ് പോയിൻറ്റ്സ്. അപ്പോൾ ഒരു ഫ്യൂൽ സിസ്റ്റത്തിൽ ഫ്യൂൽ ഫിൽറ്റേഴ്സ് ഇടയ്ക്ക് മാറ്റേണ്ടി വരും. പിന്നെ പല മെഷീനും പല തരത്തിലായിരിക്കും എങ്കിലും പ്രധാനമായിട്ട് ഫ്യൂൽ സിസ്റ്റത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യൂസ് എ ഫിൽറ്റർ റെഞ്ച് ടു റിമൂവ് ദ സ്പിൻ ഓൺ ടൈപ്പ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ടു ലൂസൺ ത്രെഡ്സ്. അപ്പോൾ ഒരു ഫിൽറ്റർ നമുക്ക് മാറ്റണമെങ്കിൽ ഫിൽറ്റർ റെഞ്ച് ഉപയോഗിച്ചിട്ട് വേണം അത് റിമൂവ് ചെയ്യാനായിട്ട്. അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചിട്ട് ത്രെഡ്സൊക്കെ ലൂസൺ ചെയ്തിട്ട് വേണം മാറ്റാനായിട്ട്. ലൂബ്രിക്കേറ്റ് ദ സീൽ ഓഫ് ദ ന്യൂ ഫിൽറ്റർ, പുതിയ ഫിൽറ്റർ വയ്ക്കുമ്പോൾ അതിൻ്റെ സീല് ലൂബ്രിക്കേറ്റ് ചെയ്യണം. Clean the area and avoid contact of filter with anything that could be oily or dirty. അപ്പോൾ അതിന് അഴുക്കുണ്ടാക്കുന്ന ഓയിലി ആക്കുന്ന സാധനങ്ങളിൽ നിന്ന് കോണ്ടാക്റ്റ് ഉണ്ടാവാതെ സൂക്ഷിക്കണം. The goal is to keep the filter mounting face completely free of contamination. Even a small amount of contamination can do serious damage to the injection pump and injectors. അപ്പോൾ ഫ്യൂൽ ഇൻജക്ടേഴ്സിൽ നിങ്ങൾക്ക് അറിയാമല്ലേ, വളരെ മൈന്യൂട്ട് സ്പ്രേ ആണ് വരുന്നത്. അപ്പോൾ ചെറിയ ഒരു കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റു വസ്തുക്കൾ കടന്നു പോകുന്നത്, ഒരു തരിയോ എന്തെങ്കിലും മതി, പൊടിയോ മതി. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിൽറ്ററിനെ യാതൊരു വിധത്തിലും മറ്റു വസ്തുക്കളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ വളരെ ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ വേണം നമുക്ക് ഫിൽറ്റർ ചേഞ്ച് ചെയ്യാനായിട്ട്. Carefully align the filter with the mounting threads, avoid cross threading and spin on. Tighten until the seal fully contacts the housing and then continue to twist the filter by hand only another 3/4 of a turn. Do not over torque. A filter wrench is not necessary to achieve the correct torque. അപ്പോൾ നമുക്കൊരു ടോർക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫിൽറ്റർ റെഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ടൈറ്റൻ ചെയ്യുക, പിന്നെ ലാസ്റ്റത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു 3/4 വരയ്ക്ക് തിരിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഫ്യൂൽ ഫിൽറ്റർ മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ലൂസൺ ഓർ ഡോണ്ട് റിമൂവ് a bleed screw or fitting on the outlet circuit of the filter housing to allow air to escape. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എയർ ഉണ്ടെങ്കിൽ അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് ഊരിയെടുക്കാൻ പാടില്ല, പക്ഷേ ബ്ലീഡ് സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുക്കുക. Operate the priming pump until clear fuel without air bubbles escapes from the bleed screw. എന്നിട്ട് പ്രൈമിംഗ് പമ്പ് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ കൂടെ ഫ്യൂവൽ കറക്റ്റായിട്ട്, അതായത് ബബിൾസ് ഒന്നും ഇല്ലാതെ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിലൊക്കെ ചെയ്യണ പോലെ തന്നെ വെള്ളം വരുന്ന വരുത്തിക്ക് നമ്മൾ ഇത് ചെയ്യുമല്ലോ, അതേപോലെ ബ്ലീഡ് സ്ക്രൂയിൽ കൂടെ ഫ്യൂവൽ കറക്റ്റായിട്ട് ബബിൾസ് ഒന്നുമില്ല, തടസ്സങ്ങളൊന്നും ഇല്ലാതെ വരുന്നേക്ക് പമ്പൊന്ന് പ്രൈം ചെയ്ത് കൊടുക്കുക. പിന്നെ tighten the bleed screw or fitting carefully. These are fragile and will be easily broken by over tightening. അതിനുശേഷം അതായത് ഫ്രീ ആയിട്ട് ഫ്യൂവൽ ഇതിൽ കൂടെ വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. ഈ ബ്ലീഡ് സ്ക്രൂസ് വളരെ ഫ്രജൈലാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊന്ന് ശക്തിയിൽ ടൈറ്റാക്കി കൊടുത്താൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. സ്റ്റാർട്ട് ദ എൻജിൻ ആൻഡ് ഇൻസ്പെക്ട് ദ ഫിൽറ്റർ ആൻഡ് ബ്ലീഡ് സ്ക്രൂ ഓർ ഫിറ്റിംഗ് ഫോർ ലീക്സ്. അതിന് ശേഷം ഇപ്പോൾ ഫ്യൂൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളത് റീപ്ലേസ് ചെയ്ത് ഇതൊക്കെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷം എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കുക, എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. Note that using the priming pump as the only means of removing air helps to reduce the risk of contaminants. അപ്പോൾ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ അതിൽ കയറിയിട്ടുണ്ടെന്നുള്ള ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബ്ലീഡ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് എയർ പുറത്ത് കളയാനുള്ള അത് എന്നിട്ട് ഫ്യൂവൽ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യണമെന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത്. ഇനി ക്ലീനിങ്. റിമൂവ് എനി ഗാർബേജ് ഫ്രം ദ ക്യാബ്. Look for and remove any accumulated debris from engine, pivot points and wipe up any excessive grease. Clean windows and mirrors. അപ്പോൾ ക്ലീനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ഏറ്റവും നമ്മളെന്താ പറയുക, ഡെബ്രിസൊക്കെ നീക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ബുൾഡോസേഴ്സ് അല്ലെങ്കിൽ ലെവലിംഗ് മെഷീൻസൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുക. അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ് ക്യാബിൻ്റെ ആ ഗ്ലാസ്സൊക്കെ വിൻഡോസും മിറേഴ്സൊക്കെ ക്ലിയർ ആയിട്ട് തുടച്ചിടണം. കാരണം പൊടിയിൽ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ പൊടി അടിഞ്ഞു കൂടിയിട്ട് നെക്സ്റ്റ് ഓപ്പറേഷൻ്റെ സമയത്ത് നമുക്കത് വിഷൻ ക്ലിയർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിൻഡോസും മിറേഴ്സും തുടയ്ക്കണ പോലെ തന്നെ നമ്മൾ ഗ്രീസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ ഗ്രീസ് എക്സസീവ് ഗ്രീസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് കളയണം, ഇല്ലെങ്കിൽ അതുമൊക്കെ ഡസ്റ്റൊക്കെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് എയർ ഇൻഡക്ഷൻ.
Proper air filtration is essential to protect the engine from dust and other contaminants. പൊടിയിലെ ഉള്ളിൽ കൂടെ വർക്ക് ചെയ്യുന്ന സാധനമാണ് അല്ലേ ഈ നമ്മുടെ ബുൾഡോസർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ഫിൽട്രേഷൻ വളരെ അത്യാവശ്യമാണ്. ഈവൻ എ സ്മോൾ എമൗണ്ട് ഓഫ് ഡസ്റ്റ് ക്യാൻ കോസ് എ മേജർ ഡാമേജ് ഓർ greatly reduce the service life of your engine. Your goal is to ensure that the filter, the housing and the steel and flexible lines leading to the engine are in perfect condition and that all connections are secure. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിൽറ്റർ, ഹൗസിങ്, സ്റ്റീലിൻ്റെയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലൈൻസ് ഉണ്ടായിരിക്കും, അതെല്ലാം എഞ്ചിനിലേക്കുള്ളത് അതെല്ലാം പെർഫെക്റ്റ് കണ്ടീഷനിലാണെന്നും കണക്ഷൻസൊക്കെ സെക്യൂർ ആണെന്നും ഉറപ്പുവരുത്തുക. ദ സിസ്റ്റം മസ്റ്റ് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് കണ്ടാമിനൻസ് ഫ്രം എൻറ്ററിങ് ദ എൻജിൻ. മറ്റു വസ്തുക്കൾ എൻജിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് എയർ ഇൻഡക്ഷനിൽ നമ്മൾ പറയുന്നത്. ഇനി എൻജിൻ ഓയിൽ. ചെക്ക് ദ എൻജിൻ ഓയിൽ ലെവൽ ഈസ് ഇൻ ദ സേഫ് ഓപ്പറേറ്റിംഗ് റേഞ്ച് ആൻഡ് ടോപ്സ് അപ്പ് ആസ് റിക്വയർഡ്. അതായത് ആവശ്യത്തിന് എൻജിൻ ഓയിൽ ഉണ്ടോയെന്ന് നോക്കുക. അതിനുശേഷം എപ്പോഴെങ്കിലും കുറവ് വരികയാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക, ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, റിമെമ്പർ ടു യൂസ് കറക്റ്റ് ടൈപ്പ് ആൻഡ് വിസ്കോസിറ്റി ആസ് അഡ്വൈസ്ഡ് ബൈ ദ മാനുഫാക്ചറേഴ്സ്. അപ്പോൾ ഉപയോഗിക്കുന്ന എൻജിൻ ഓയിൽ കറക്റ്റ് അതിന് മാനുഫാക്ചർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ളതും വിസ്കോസിറ്റി ഉള്ളതും ആയിരിക്കാൻ ശ്രദ്ധിക്കുക. When checking and the level or when adding oil, be careful to avoid contamination with dirt or water. ഇപ്പോൾ വെള്ളമോ അഴുക്കോ കലർന്നിട്ടുള്ള ഓയിൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. കണ്ടാമിനേഷനൊന്നും ഇല്ലാത്ത മാനുഫാക്ചർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓയിൽ വേണം, നമ്മൾ അതേ വിസ്കോസിറ്റി ഒക്കെ ഉള്ളത് വേണം കൊടുക്കാനായിട്ട്. ബാറ്ററി ആൻഡ് ഇലക്ട്രിക്കൽ. ചെക്ക് ബാറ്ററി കണക്ഷൻസ് ഫോർ ടൈറ്റനസ് ആൻഡ് കൊറോഷൻ. ക്ലീൻ ഓർ ടൈറ്റൻ ആസ് റിക്വയർഡ്. Not any loose or damaged wiring, connections, battery connections, corrosion. എന്തെങ്കിലും കേടുണ്ടോ, അതായത് നമ്മൾ ഓരോ ദിവസവും വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം. വർക്കിന് പോകുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് പോയില്ലെങ്കിൽ നമ്മൾ സൈറ്റിലെത്തിയിട്ട് ഈ എന്തെങ്കിലും ഇറഗുലാരിറ്റി കണ്ടെത്തിയിട്ട് അത് വർക്ക് ചെയ്യണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളതൊക്കെ നോക്കുക. കണക്ഷൻസ്, ബാറ്ററിയുടെ ഇലക്ട്രിക്കൽ മറ്റ് കണക്ഷൻസൊക്കെ ശരിയല്ലേ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. ചെക്ക് ഇലക്ട്രോലൈറ്റ് ഫ്ലൂയിഡ് ലെവൽ ആൻഡ് ടോപ്പ് അപ്പ് ഇഫ് നെസസറി. The majority of modern batteries are maintenance free sealed units, so this will not be necessary. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇലക്ട്രോലൈറ്റ് ലെവൽ നോക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാം സീൽഡ് ബാറ്ററീസ് ആണ്, അത് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ബാറ്ററീസ് ആണ്. അതുകൊണ്ട് check that any vents are clear of debris, clean if needed. Carefully wipe any visible residue from the top of the battery. Accumulated fluids can cause a trickle power discharge. അപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ അടിഞ്ഞുകൂടിയിരുന്നാൽ പവറിൽ അത് വേരിയേഷൻ വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബാറ്ററിയും ഇലക്ട്രിക്കൽസും ചെക്ക് ചെയ്യണം. ഹൈഡ്രോളിക് സിസ്റ്റം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അല്ലേ. ബുൾഡോസറിൽ ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ എല്ലാ വർക്കിങ്ങും നടക്കുന്നത്. ചെക്ക് ദ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് റിസർവോയർ ആൻഡ് ടോപ്പ് അപ്പ് ഇഫ് നെസസറി. ഇപ്പോൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉണ്ടോ എന്നുള്ളത് നോക്കുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുക. ബി കെയർഫുൾ ടു അവോയ്ഡ് കണ്ടാമിനേഷൻ വിത്ത് ഡേർട്ട് ഓർ വാട്ടർ. വെള്ളമോ അഴുക്കോ കലരാനായിട്ട് പാടില്ല നമ്മളത് ടോപ്പ് അപ്പ് ചെയ്യുന്ന സമയത്ത്. കൂളിംഗ് സിസ്റ്റം. ചെക്ക് ദ കൂളൻ്റ് ലെവൽ ആൻഡ് മേക്ക് ഷുവർ ഇറ്റ് ഈസ് at the specified level, generally at least 1 inch over the core fins. അപ്പോൾ കൂളൻ്റ് ശരിക്കും ഉണ്ടായിരിക്കണം. തണുപ്പിക്കാനുള്ള ആ ഫിൻസിൻ്റെ ഏറ്റവും 1 ഇഞ്ചെങ്കിലും മുകളിലായിട്ട് ഇത് നിറഞ്ഞു നിൽക്കണം, എങ്കിൽ മാത്രമേ ആ കൂളിംഗ് സിസ്റ്റം ശരിക്കും ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നെവർ ഓപ്പൺ ദ റേഡിയേറ്റർ ക്യാപ്പ് ഓൺ എ ഹോട്ട് എൻജിൻ. ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എൻജിൻ ചൂടായിട്ട് ഇരിക്കുന്നുണ്ടാവും, അതിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് ഒരിക്കലും തുറക്കാൻ പാടില്ല, കാരണം ബോയിൽഡ് ആയിട്ടുള്ളത് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടി വരും. ദ സിസ്റ്റം ഈസ് പ്രഷറൈസ്ഡ് വെൻ ഹോട്ട് ആൻഡ് വിൽ കോസ് കൂളൻ്റ് ടു ബി റാപ്പിഡ്ലി എക്സ്പെൽഡ് ഫ്രം ദ സിസ്റ്റം റിസൾട്ടിങ് ഇൻ ഇഞ്ചുറി. അപ്പോൾ ഓടിയിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ട് ചൂടായി നിൽക്കുന്ന എൻജിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് തുറന്ന് പരിശോധിക്കാനായിട്ട് പാടില്ല. Check the radiator and oil cooler if equipped for debris or dirt build-up blocking airflow. അപ്പോൾ അതിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം റേഡിയേറ്ററിലും ഓയിൽ കൂളറിലും. ഡോസർ സേഫ്റ്റി ബിഫോർ ഓപ്പറേഷൻ.
അതായത് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഡെയിലി മെയിൻ്റനൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഗ്രീസ് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഫ്ലൂയിഡ് ലെവൽ നോക്കണം, ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ ലെവൽ നോക്കണം, ഓയിൽ ലെവൽ നോക്കണം, പിന്നെ ബാറ്ററി ആൻഡ് ഇലക്ട്രിക്കൽ കണക്ഷൻസ് നോക്കണം, ഓയിൽ ഫിൽറ്റർ ഫ്യൂൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ടതാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഓപ്പറേഷന് മുമ്പ് ഡോസറിൻ്റെ സേഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ്: ബക്കിൾ ദ സീറ്റ് ബെൽറ്റ് ബിഫോർ സ്റ്റാർട്ടിങ് ദ എൻജിൻ. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. ഇൻ കേസ് ഓഫ് എ റോൾ ഓവർ, എങ്ങാനും മറിഞ്ഞു വീഴുകയാണെങ്കിൽ ദ സീറ്റ് ബെൽറ്റ് വിൽ കീപ്പ് യു ഇൻ പ്ലേസ് ആൻഡ് വിൽ അലൗ ദ റോപ്സ് എന്ന് പറയുന്നത് റോൾ ഓവർ പ്രൊട്ടക്ഷൻ സ്ട്രക്ചേഴ്സ് ടു ഡു ഇറ്റ്സ് ജോബ്. അപ്പം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ റോപ്സ് എന്ന് പറയുന്ന ആ സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇൻ കേസ് ഓഫ് അത് മറിയുകയാണെങ്കിൽ, ബുൾഡോസർ മറിയുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ചാൻസാണ്. മേക്ക് എ ക്വിക്ക് ചെക്ക് ഓഫ് ദ ഡോസേഴ്സ് ഓപ്പറേഷണൽ കൺട്രോൾസ്. Doing so will make you aware of any malfunctioning controls before the equipment is in use. അപ്പോൾ നമ്മൾ വർക്കിന് ഇറങ്ങുന്നതിനെക്കാട്ടും മുമ്പ് എല്ലാ ഓപ്പറേഷണൽ കൺട്രോൾസും ഡ്രൈവറുടെ ക്യാബിനിൽ ഇരുന്നിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ, അതെല്ലാം വർക്ക് ചെയ്യണില്ലേ എന്നുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഉറപ്പ് വരുത്താം. ഓൾവേസ് തിങ്ക് അബൌട്ട് ദ നെക്സ്റ്റ് ആക്ഷൻ ബിഫോർ ആക്ച്വലി ഡൂയിങ് ഇറ്റ്. ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇനി അടുത്തത് എന്താണ് ചെയ്യാൻ പോണത് എന്ന് ഓർത്തിട്ട് അത് ഒന്ന് ആലോചിക്കുക. ഒരു സെക്കൻഡ് ഒന്ന് അതിനെക്കുറിച്ചിട്ടൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ആ ആക്ഷൻ ചെയ്യുക. ഡോസർ സേഫ്റ്റി ഡ്യൂറിങ് ഓപ്പറേഷൻ. ഇനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് റെഡ്യൂസ് സ്പീഡ് വെൻ വർക്കിംഗ് ഇൻ ക്ലോസ് ഏരിയാസ്. ചെറിയ ഇടങ്ങളിൽ, അടഞ്ഞുകൂടിയ ഇടങ്ങളിലാണെങ്കിൽ സ്പീഡ് കുറയ്ക്കുക. യു ക്യാൻ നെവർ പ്രെഡിക്റ്റ് വാട്ട് മൈറ്റ് ജമ്പ് ഇൻ ദ ഓപ്പറേറ്റിംഗ് പാത്ത്. നമ്മളിങ്ങനെ ഓടിക്കുന്ന ആ ഒരു പാത്ത് വളരെ ക്ലോസ്ഡ് ആണെങ്കിൽ, ഇരുവശവും നമ്മൾ അടഞ്ഞുകൂടിയതാണെങ്കിൽ മുന്നിലോ പിന്നിലോ എന്തെങ്കിലും പെട്ടെന്ന് വന്ന് നമുക്ക് സൈഡുകളിലേക്ക് തിരിയാനുള്ള ഒരു ഗ്യാപ്പില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണമെങ്കിൽ എപ്പോൾ സംഭവിക്കാമെന്നുള്ളത് കൊണ്ട് നമ്മൾ സ്പീഡ് കുറച്ചിട്ട് വേണം ക്ലോസ്ഡ് ഏരിയാസിൽ വർക്ക് ചെയ്യാനായിട്ട്. റെഡ്യൂസ് സ്പീഡ് വെൻ വർക്കിംഗ് ഇൻ റഫ് terrain. This will help to maintain control of the unit. നമ്മളെല്ലാം സോഫ്റ്റ് അല്ലാത്ത റഫായിട്ടുള്ള ടെറൈൻ ആണെങ്കിൽ കൺട്രോൾ യൂണിറ്റിനെ അത് നമുക്കൊന്നും ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സ്പീഡ് കുറച്ചുള്ളതായിരിക്കും നല്ലത്. നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കൂടെ പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത ഒന്ന് കുറച്ച് പോകാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ റഫ് ടെറൈൻ ആണെങ്കിൽ സ്പീഡ് കുറഞ്ഞിരുന്നാൽ അപകട സാധ്യത കുറവാണ്. When faced with obstructions, cross over them at an angle, ease up to the brake over the point, balance slowly and ease down to minimize impact. അപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വരികയാണെങ്കിൽ അതിനെ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്തതിന് ശേഷം പതുക്കെ ബാലൻസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഇമ്പാക്റ്റ്, എന്തെങ്കിലും തടസ്സം വന്നാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ ഏറ്റവും കുറഞ്ഞ രീതിയിലാക്കത്തക്ക വിധത്തിൽ വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. ഓൺ സ്റ്റീപ്പ് സ്ലോപ്സ്, കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ബി ഷുവർ ടു വർക്ക് ഡയഗണലി സ്റ്റാർട്ടിങ് ഫ്രം ദ ബേസ് ആൻഡ് വർക്കിംഗ് അപ്വേർഡ്സ്. അപ്പം കുത്തനെയുള്ള ഇറക്കങ്ങളാണെങ്കിൽ താഴേന്ന് തുടങ്ങിയിട്ട് പതുക്കെ പതുക്കെ മുകളിലേക്ക് ഡയഗണലായിട്ട് കയറിപ്പോണ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. When not dosing, be sure to travel at low speed with the blade as close to the ground as possible. അപ്പോൾ വർക്ക് ചെയ്യണില്ലെങ്കിൽ, ഡോസറിൻ്റെ ഡോസിങ് ആക്ഷൻ ചെയ്യണില്ലെങ്കിൽ വളരെ സ്പീഡ് കുറഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ പോകണം. ബ്ലേഡ് ഗ്രൗണ്ടിനോട് ഏറ്റവും അടുത്തായിരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം പോകാനായിട്ട്. വെൻ ഫില്ലിങ് എ ഡിച്ച്, ഒരു കുഴി നികത്തുകയാണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് ടു ഡൂ സോ അറ്റ് എ പെർപെൻഡിക്കുലർ ആംഗിൾ. ആ ഡിച്ചിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിൽ വേണം ഇതിൽ ഫില്ലിങ് ചെയ്യാനായിട്ട്. വെൻ ഷട്ടിങ് ദ യൂണിറ്റ് ഡൗൺ, ഇനി നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് അത് നിർത്താൻ പോവുകയാണെങ്കിൽ ബി ഷുവർ ദ മെഷീൻ ഈസ് പാർക്ക്ഡ് ഓൺ എ ലെവൽ സർഫസ്. അപ്പോൾ എപ്പോഴും വണ്ടി നിർത്തിയിടുമ്പോൾ അതൊരു ലെവൽ സർഫസിലായിരിക്കണം. ഓൾസോ മൂവ് ദ ഫസ്റ്റ് ആൻഡ് റിയർ ലിവർ ടു ന്യൂട്രൽ ആൻഡ് എൻഗേജ് ദ പാർക്കിംഗ് ലോക്ക് ലിവർ. അപ്പോൾ ന്യൂട്രലായിരിക്കണം. അതിന് ശേഷം പാർക്കിംഗ് ലോക്ക് ലിവർ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ സേഫായി. ദെൻ ലോവർ ദ ബ്ലേഡ് ആൻഡ് എനി അറ്റാച്ച്മെൻറ്റ് ഡൗൺ ടു ദ ഗ്രൗണ്ട്. ഒന്നും ഉയർത്തി വെച്ചിട്ട് പാർക്ക് ചെയ്ത് പോകരുത്. എല്ലാ ബ്ലേഡുകളും എല്ലാ അറ്റാച്ച്മെൻറ്റ്സും താഴ്ത്തി ഗ്രൗണ്ടിനോട് ചേർന്ന വിധത്തിലാക്കിയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ പാർക്കിംഗ് ചെയ്യാനായിട്ട്. സ്ലോ ദ എക്യുപ്മെൻറ്റ് ടു ലോ ഐഡിൽ ബിഫോർ ഷട്ടിങ് ഇറ്റ് ഡൗൺ കംപ്ലീറ്റ്. ഏറ്റവും സ്പീഡ് കുറച്ച് കൊണ്ടുവന്നിട്ട് ഐഡിൽ പൊസിഷനിൽ എത്തിയതിന് ശേഷം വേണം ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട്.
ഇനി ഡോസർ സേഫ്റ്റി ആഫ്റ്റർ ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ ബിഫോർ ഓപ്പറേഷൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് കണ്ടു, ഡ്യൂറിങ് ഓപ്പറേഷൻ കണ്ടു. ഇനി ആഫ്റ്റർ ഓപ്പറേഷൻ, when shutting down for the day, it's a good idea to always lock up the machine. ഒരു ദിവസത്തെ പണി മുഴുവൻ കഴിഞ്ഞെങ്കിൽ മെഷീൻ ലോക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇഫ് യു ആർ പ്ലാനിങ് ഓൺ ഹോളിംഗ് ദ ഡോസർ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു യൂസ് കോഷൻ വെൻ ലോഡിംഗ് ഇറ്റ് ഓൺ ഓർ ഓഫ് ദ ട്രെയിലർ. This is one of the most likely times for a tipping accident. അപ്പം ഈ ഡോസറിനെ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന സമയത്താണ് അത് മറിയാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കണം. വർക്ക് വിത്ത് അനദർ ടീം മെമ്പർ ആൻഡ് യൂസ് ദം ആസ് എ സ്പോട്ടർ ഡ്യൂറിങ് ദ പ്രോസസ്സ്. അപ്പം അത്തരം സമയങ്ങളിൽ ഒരു ടീം മെമ്പറും കൂടെ ഉണ്ടാവണം. എന്നിട്ട് അവരുടെ ഒരു എന്താ പറയുക, നമുക്ക് സിഗ്നൽസ് കിട്ടുന്നതിനനുസരിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അപകടം ഉണ്ടാവാൻ, മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി പീരിയോഡിക്കൽ മെയിൻ്റനൻസ്. ഇൻസ്റ്റാൾ ദ കറക്റ്റ് ലൂബ്രിക്കൻസ് ആൻഡ് കണ്ടീഷൻ ഹൈഡ്രോളിക് ഹോസസ്. അപ്പോൾ ലൂബ്രിക്കൻസ് എല്ലാം കറക്റ്റായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ ഹൈഡ്രോളിക് ഹോസുകളൊക്കെ കണ്ടീഷൻ ചെയ്ത് ലീക്കൊന്നുമില്ലാതെ നോക്കണം. സ്റ്റോർ എക്യുപ്മെൻറ്റ് ഇൻ എൻക്ലോസ്ഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ആൻഡ് കീപ്പ് ഫ്ലൂയിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. അത് നല്ല ഒരു അടച്ചുറപ്പുള്ള സ്ഥലത്ത്, നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് വേണം എക്യുപ്മെൻറ്റ്. പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തി വെച്ചിട്ട് കുറച്ച് നാളത്തേക്ക് റെസ്റ്റ് ആണെങ്കിൽ അതിന് സ്റ്റോർ ചെയ്യണ സമയത്ത് അതുപോലെ തന്നെ അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഫ്ലൂയിഡ്സൊക്കെ ഉണ്ടായിരിക്കേണ്ടത്. യൂസ് ബ്ലോക്ക് ഹീറ്റേഴ്സ്. അത് കോൾഡ് കൺട്രീസിലാണ് ബ്ലോക്ക് ഹീറ്റേഴ്സിൻ്റെ ഒരു ഇത് വരുന്നത്. കീപ്പ് ബാറ്ററീസ് ഫുള്ളി ചാർജ്ഡ് ആൻഡ് വാം. എപ്പോഴും നമ്മൾ ബാറ്ററി ഫുൾ ചാർജിൽ വേണം സൂക്ഷിക്കാനായിട്ട്. യൂസ് സ്റ്റാർട്ടിംഗ് ഫ്ലൂയിഡ്. ഓൾവേസ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. റൺ ദ എൻജിൻ അണ്ടിൽ ഇറ്റ് റീച്ചസ് ദ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. അപ്പം നമ്മൾ ഇത് കുറച്ച് നാൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്താണ് അതിനുശേഷം അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻജിൻ റൺ ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കണ വരയ്ക്ക് അതിന് ചെയ്യണം. എൻഷുർ യുവർ ടയേഴ്സ് ആർ പ്രോപ്പർലി ഇൻഫ്ലേറ്റഡ്. ടയറുകളിൽ പ്രഷറൊക്കെ ചെക്ക് ചെയ്യുക, ടയർ പ്രഷർ ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കണം. ചെക്ക് യുവർ ടയേഴ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എവറി ഷിഫ്റ്റ്. ഓരോ ഷിഫ്റ്റ് തുടങ്ങുമ്പോഴും ടയർ പ്രഷർ ചെക്ക് ചെയ്യണം. കണ്ടക്ട് എ വിഷ്വൽ ഇൻസ്പെക്ഷൻ. എല്ലാ ഭാഗങ്ങളും ഒന്ന് നോക്കി പരിശോധിക്കുക. അത് ആ ഓപ്പറേറ്ററുടെ ഒരു ഉത്തരവാദിത്വമാണ്. സ്റ്റോർ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് പ്രോപ്പർലി. ഓൾവേസ് ഫിൽ ദ ഫ്യൂൽ ടാങ്ക് അറ്റ് ദ എൻഡ് ഓഫ് എ ഷിഫ്റ്റ്. ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും ഫ്യൂൽ ടാങ്കിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ലാൻഡ് ലെവലിംഗ് മെഷീൻസിൽ ഏറ്റവും പ്രധാനമായിട്ടും ബുൾഡോസേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സേഫ്റ്റി ഗൈഡ് ലൈൻസ്, പീരിയോഡിക്കൽ മെയിൻ്റനൻസ്, ഡെയിലി മെയിൻ്റനൻസിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ലാൻഡ് ലെവലേഴ്സ് ആൻഡ് ഷേപ്പേഴ്സ് എന്നുള്ള ആ ഒരു യൂണിറ്റ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഒരു പുതിയ ടോപ്പിക്കായിരുന്നു. നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമസ്കാരം. ഓക്കെ.